ദക്ഷ IAS രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മാധവന്റെ മടിയിൽ കിടന്നാണ് അവളന്ന് ഉറങ്ങിയത്. ഉറങ്ങാൻ കൂട്ടാക്കാത്ത അവളെ മാധവൻ നിർബന്ധിച്ച് മടിയിൽ പിടിച്ച് കിടത്തിയതാണ്. ഒരു പുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ച് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ കിടന്നു. ഡാഡി ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ വലിയൊരു സുരക്ഷിതത്വമാണ് തനിക്ക് അനുഭവപ്പെടുന്നത്. ഈ തണലിൽ നിന്നും മാറി നിൽക്കാൻ ഒരിക്കലും താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നാളത്തെ രാത്രി ചിലപ്പോൾ താൻ ഇരുമ്പഴിക്കുള്ളിലായിരിക്കുമെന്ന് അവൾ ഓർത്തു. അവൾ മാധവനെ തന്നെ കണ്ണെടുക്കാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി കിടന്നു. മാധവൻ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി. ഡാഡിയെ തന്നെ നോക്കി കിടന്ന് എപ്പോഴും അവൾ ഉറക്കിലേക്ക് വഴുതി വീണു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും മാധവൻ അവൾ ഉണർത്താതെ കട്ടിലേക്ക് തന്നെ ചാഞ്ഞിരുന്ന് അയാളും ഉറങ്ങി. നേരം പുലരുന്നതിന് മുമ്പ് ആദ്യം എഴുന്നേറ്റ അമ്മാളുവാണ്. അവൾ ഉണരുന്ന ശബ്ദം കേട്ടതും മാധവൻ ഞെട്ടി ഉണർന്നു. മോൾ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? നേരം പുലരാൻ ഇനിയും സമയമുണ്ടല്ലോ. കുറച്ചു നേരം കൂടി കിടന്നോളൂ, എന്നിട്ട് എഴുന്നേൽക്കാം. ഉറക്കച്ചടവോടെ ഇരിക്കുന്ന മാളുവിനെ കണ്ടതും മാധവൻ പറഞ്ഞു, ഏയ് അത് പറ്റില്ല ഡാഡി, ഇപ്പോഴേ സമയം ഒരുപാടായി. കുറച്ച് നേരത്തെ ഇറങ്ങി എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് മല കയറാൻ കഴിയും. ഞാൻ വരുന്ന നോക്കി സിദ്ധയോടെ നിൽപ്പുണ്ടാവും. അവൾ അതും പറഞ്ഞ് മാധവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം അലസമായി വീണെടുക്കാൻ തന്നെ മുടി മാടിയൊതുക്കി കെട്ടിവെച്ച് അവൾ അവിടുന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. മാധവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്കും പോയി. അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു ഗ്ലാസ് ചൂട് ചായയുമായി മാധവൻ റൂമിലേക്ക് വന്നു. അപ്പോഴേക്കും ഞാനും റെഡിയായിട്ട് വരാം. അവളുടെ നേരെ ചായക്കപ്പ് നീട്ടിക്കൊണ്ട് മാധവൻ പറഞ്ഞു, ഡാഡി ഇന്ന് വരേണ്ട. ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാഴ്ചകളൊന്നും ചിലപ്പോൾ ഡാഡിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഡാഡി ഫോണിലൂടെ അവിടെ നടക്കുന്നതെല്ലാം കണ്ടിവിടെ ഇരുന്നാൽ മതി. അയാളുടെ കയ്യിൽ നിന്ന് ആ ചായക്കപ്പ് വാങ്ങിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു, അത് പറ്റില്ല. മോളെ തനിച്ചുവിട്ട് ഞാൻ എങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കും? എനിക്കും വരണം. മാധവൻ അതിന് വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് ഡാഡി, ഞാൻ പറയുന്നത് കേൾക്ക്. ഡാഡി ഇവിടെ ഇരുന്നാൽ മതി. എൻ്റെ കൂടെ സിദ്ധു ഉണ്ടല്ലോ, എനിക്കൊന്നും സംഭവിക്കില്ല. പ്രാർത്ഥനയോടെ ഡാഡിയില്ല എൻ്റെ കൂടെ. പോകുന്ന വഴിയിൽ എനിക്ക് കവലിയൂരിലൊന്ന് കയറണം. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണം. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് കയറി തൊഴണം. ഇനി ചിലപ്പോൾ അതിനൊന്നും എനിക്ക് സാധിച്ചില്ലെങ്കിലോ? അവൾ ചെറിയൊരു വേദനയോടെ മാധവനെ നോക്കി. ഇതുവരെ കാണാത്തൊരു നിരാശ അവളുടെ വാക്കുകളിൽ നിഴലിച്ചു. മോളെ, കവലിയൂരിൽ പോകുന്നൊക്കെ വലിയ അപകടം വരുത്തി വയ്ക്കും. ആരെങ്കിലും മോളെ കണ്ട നമ്മുടെ പ്ലാനൊക്കെ പൊളിയും. ഈ സമയത്ത് അവിടേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതല്ലേ നല്ലത്. മാധവൻ അവളെ ശക്തമായി എതിർത്തു. ഒന്നും സംഭവിക്കില്ല ഡാഡി, ഇതുവരെ നമ്മളിതെല്ലാം കൊണ്ടെത്തിച്ചില്ലേ. ഇനി അങ്ങോട്ടൊരു കുഴപ്പം വരില്ല. നമ്മുടെ കൂടെ ഈശ്വരനുണ്ട്. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസം ഞാൻ അവരെ പോയി കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അവരുടെ അനുഗ്രഹം കൂടി വാങ്ങേണ്ട എനിക്ക്. അവൾ വിഷമത്തോടെ മാധവനെ നോക്കി. അവളെ പിന്നെ വിലക്കാൻ മാധവന് തോന്നിയില്ല. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കല്ലേ അവൾ പോയി വരട്ടെ എന്ന് അയാൾ വിചാരിച്ചു. എന്നാ നീ പോയി പെട്ടെന്ന് വാ, ഇനി നിന്നാ നേരം വെളുക്കും. മാധവന്റെ സമ്മതം കിട്ടിയതും അവൾ പെട്ടെന്ന് തന്നെ റെഡിയായി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച ശേഷം മാധവന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. ഇതുവരെ എൻ്റെ കൂടെ എല്ലാത്തിനും കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് ഡാഡി ഉണ്ടായിരുന്നു. ഡാഡി ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇതുവരെ കിട്ടാത്തൊരു സന്തോഷമാണ് മനസ്സിന്. എൻ്റെ ജീവിതം നശിപ്പിച്ചവരെ ഞാനും നശിപ്പിക്കാൻ പോകുന്ന സമാധാനമുണ്ട് ഇപ്പോൾ. എനിക്ക് ഡാഡിയുടെ അനുഗ്രഹം എന്നും വേണം. അവൾ മാധവന്റെ കാലിൽ തൊട്ട് പറഞ്ഞു. മാധവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറ്റിയിലൊരു സ്നേഹചുംബനം നൽകി. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ടാവും. അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ തനിയെ വിടാൻ മാധവന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അവളേറെ നിർബന്ധിച്ചപ്പോൾ അയാൾക്ക് അവസാനം അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. മാധവനോട് യാത്ര പറഞ്ഞ് അവൾ കാറെടുത്ത് നേരെ പോയത് കവലിയൂരിലേക്കാണ്. തൻ്റെ വീടിന് മുമ്പിൽ ചെന്ന് അവൾ കാറ് നിർത്തി. ഇരുട്ടായതുകൊണ്ട് മൊബൈലിന്റെ വെളിച്ചത്തിലാണ് അവൾ ഓരോ പടവുകളും മുകളിലേക്ക് കയറിയത്. ആ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ തന്നെ അച്ഛൻ അമ്മ എന്ന വലിയ നഷ്ടം അവളെ ഒന്ന് പൊതിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അച്ഛൻ്റെ അമ്മയുടെയും മുമ്പിൽ വന്നവൾ കുറച്ച് സമയം മൗനമായി നിന്നു. അവരോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അവർക്കറിയാം തൻ്റെ മനസ്സിൽ എന്താണെന്ന്. നമ്മുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയവരെ ഞാനിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കും. അതിന് നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണം. എന്നെ അനുഗ്രഹിക്കണേ എന്ന് മാത്രം പറഞ്ഞ് അവരുടെ തൊട്ടപ്പുറത്ത് തൻ്റേതാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന അസ്ഥിത്തറയിലേക്ക് അവൾ നോക്കി. ഒരുപാട് നേരം അവിടെ ഇങ്ങനെ നിൽക്കാനാവില്ല. നേരം പുലർന്നു തുടങ്ങിയ ആളുകൾ ശ്രദ്ധിക്കും. ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ കവലിയൂർ വിടണം. മനസ്സുകൊണ്ട് ആ 3 പേരോട് അനുഗ്രഹം വാങ്ങി അവൾ അവിടെ നിന്ന് ധൃതിയിൽ ഇറങ്ങി നടന്നു. അവിടെ നിന്ന് അവൾ നേരെ പോയത് തങ്ങളുടെ ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെതായ തൻ്റെ ചെരുപ്പഴിച്ചു വെച്ചവൾ ഓരോ പടവും മുകളിലേക്ക് കയറി. അന്ന് മനസ്സും അടുത്ത് തോറ്റവളെ പോലെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അമ്പലത്തിൽ നിന്നിറങ്ങി ഓടിയ നിമിഷമാണ് അവൾക്ക് ഓർമ്മ വന്നത്. ജീവിതത്തിൽ തോറ്റ നിമിഷം ഓരോ പടവുകൾ ഇറങ്ങി വന്നതും ഇപ്പോൾ അതേ പടവുകൾ തന്നെ വിജയശ്രീലാളിതയായി തിരിച്ച് കയറുകൂടി ചെയ്തപ്പോൾ അവൾക്ക് സ്വയം അഭിമാനം തോന്നി. ഓരോ കാൽപാദവും മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ അവളുടെ ആത്മവിശ്വാസം കൂടി വന്നു. കണ്ണുകൾ തിളങ്ങി, ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അന്നത്തെ മാളുവിൽ നിന്ന് താൻ ഒരുപാട് മാറിയിരിക്കുന്നു. തൻ്റെ ജീവിതത്തിന്റെ പോരാട്ടത്തിനൊടുവിൽ താൻ നേടിയെടുത്തതാണിതൊക്കെയും. അടഞ്ഞുകിടക്കുന്ന തിരുനടക്കുമ്പിൽ നിന്ന് അവൾ ഭക്തിയോടെ കൈകൂപ്പി നിന്നു. അമ്മേ, മുമ്പ് ഇവിടെ വന്നപ്പോൾ നിന്നെ ഒരുപാട് പഴിച്ചാണ് ഞാൻ മടങ്ങിയത്.
മനസ്സുകൊണ്ട് നിന്നെ ഇവിടെ ഉപേക്ഷിച്ച മരണത്തിലേക്കാണ് ഇറങ്ങി ഓടിയത്. അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നിരുന്നത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ കൂടെ വന്ന് എന്നെ നീ കാണുന്ന ദക്ഷയിലേക്ക് എത്തിച്ച് നീ തന്നെയാണ്. എന്നെ കൈവിടാതെ നീ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. പറഞ്ഞുപോയ വാക്കുകൾക്ക് നീ മാപ്പ് നൽകണേ. അവൾ നിറകണ്ണുകളോട് ആ നടക്കൽ നിന്നു. മനസ്സൽപ്പം ശാന്തമായതും അവൾ ആ നടക്കൽ കൈകൊണ്ട് തൊട്ട് നെറുകിൽ വെച്ച് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് ആരെയോ കണ്ട് ഞെട്ടി പുറകോട്ട് നിന്നു. തൊട്ടുമുമ്പിൽ തന്നെ സൂക്ഷിച്ചു നോക്കി തിരുമേനി നിൽക്കുന്നു. കണ്ണിമച്ചിമാതെ അയാൾ അവളെ തന്നെ നോക്കി നിന്നു. മുന്നിലുള്ള ആളെ കണ്ട് അയാളുടെ കണ്ണുകൾ വിടർന്നിട്ടുണ്ട്. കൈകൾ വിറക്കാൻ തുടങ്ങി. അയാളോട് എന്തു പറയുന്നറിയാതെ ആൾ കുഴങ്ങി. എന്തെങ്കിലും പറഞ്ഞ അയാളെ മനസ്സിലാക്കിച്ചേ പറ്റൂ, അല്ലെങ്കിൽ തൻ്റെ പദ്ധതികളൊന്നും നടക്കില്ല. അയാൾ ബഹളം വെച്ച് ആളെ കൂട്ടിയാൽ എല്ലാം തീരും. കണ്ട കാഴ്ചകൾ മറ്റുള്ളവരോട് പറഞ്ഞാലും പ്രശ്നമാണ്. മാളു രണ്ടും കൽപ്പിച്ച് അയാളുടെ അടുത്തേക്ക് നടന്നു. അയാൾ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കുകയാണ്. ഇരുകൈയിലും പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളുമുണ്ട്. മാളു അയാളുടെ അടുത്തെത്തിയതും അയാൾ കയ്യിലുള്ള സാധനങ്ങളെല്ലാം താഴേക്കിട്ട് കൈകൂപ്പി ശരീരം വളച്ച് വിനയാന്യതയായി അവളുടെ മുമ്പിൽ നിന്നു. അമ്മേ ദേവി, അടിയൻ എന്തായി കാണേ? അവിടുന്ന് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടോ? അയാൾ വിറക്കുന്ന കൈകളോടെ മാളുവിനെ തൊഴുതുകൊണ്ട് പറഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ട്. മാളു ഒന്നും മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി നിന്നു. അമ്മേ, അടിയന്റെ ജീവിതം ധന്യമായി. ഇത്ര നാൾ അവിടത്തേക്ക് സേവ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് നേരി കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല. ഞാൻ ധന്യയായി അമ്മേ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. അയാൾ അവൾക്ക് മുമ്പിൽ ഭക്തിയോടെ തൊഴുത ശേഷം അവളുടെ കാലിലേക്ക് വീണു. അവൾ ഞൊടിയിടയിൽ തന്റെ കാലുകൾ പിന്നിലേക്ക് വലിച്ച് സംശയത്തോടെ അയാളെ നോക്കി. ഇയാളിത് ആരോടെ ഈ സംസാരിക്കുന്നത്? ആ സമയത്ത് എന്നെ കണ്ട് ഭ്രാന്തായതാണോ ഭഗവതി? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൾ സംശയത്തോടെ പുറകിലേക്കും തിരിഞ്ഞു നോക്കി. ഇനി തനിക്ക് പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, താനില്ലാതെ ഇവിടെ ആരുമില്ല. ഇനി തന്നെ കണ്ട അയാൾ തെറ്റിദ്ധരിച്ച് കാണുമോ? അവളൊരു നിമിഷം ആലോചിച്ചു. ഈ സമയത്ത് ഒരു പെണ്ണ് വിളിക്കുന്ന കണ്ടപ്പോൾ അയാൾ ധരിച്ചു കാണും ഇത് ഭഗവതിയാണെന്ന്. എന്തായാലും അത് നന്നായി, ഇത് തനിക്ക് ഉപകാരപ്പെടും. അവൾ മനസ്സിലോർത്തു. ഭക്ത, നിന്നെ നാം അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ ഭക്തിയിൽ നാം സംതൃപ്തയാണ്. എഴുന്നേൽക്കൂ. അവൾ അയാളോട് പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് തലകുമ്പിട്ട് അവിടെ അടുത്ത് നിന്ന് കുറച്ചു മാറി ഭക്തിയോട് അവളെ നോക്കി തൊഴുതു. അമ്മ ഈ പടിയനെ കാണാൻ വരെ എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും അനിഷ്ടങ്ങൾ സംഭവിച്ചോ? ഞാൻ എന്തെങ്കിലും അമ്മയ്ക്ക് ചെയ്തു തരേണ്ടതുണ്ടോ? അയാൾ തൊഴുകയോടെ മാളുവിനെ നോക്കി ചോദിച്ചു. അനിഷ്ടങ്ങൾ മാത്രമല്ലേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. എവിടെ നന്മയ്ക്ക് മുകളിൽ തിന്മ ജയം കൈവരിക്കുന്നുവോ അവിടെ നാം പിറവിയെടുക്കും. നന്മയെ സംരക്ഷിച്ച് തിന്മയെ ഉന്മൂലനം ചെയ്യാൻ പല അവതാരങ്ങളിൽ നാം പ്രത്യക്ഷപ്പെടും. മനുഷ്യന് ചെയ്തു തീർക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ നാം അവതരിപ്പിച്ചേ മതിയാവൂ. അവൾ അയാളെ നോക്കി ഗാംഭീര്യത്തോടെ പറഞ്ഞു. അയാൾ അവൾ പറയുന്ന ഓരോ വാക്കും ഏറെ ഭക്തിയോടെയും വിനയത്തോടെയും കേട്ടു നിന്നു. രാവിലെ നട തുറക്കാനുള്ള തത്രപ്പാടിൽ പൂജാ സാധനങ്ങളുമായി ധൃതിയിൽ ക്ഷേത്രനടയിലേക്ക് വരികയായിരുന്നു താൻ. അപ്പോഴാണ് പനങ്കുല പോലെയുള്ള കേശധാരം അഴിച്ചിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ രൂപം അയാൾ ദർശിച്ച്. ആരാന്നറിയാൻ വേണ്ടി താൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴേക്കും ആ രൂപവും തിരിഞ്ഞു തന്നെ നോക്കി. ശരിക്കും ഞെട്ടിപ്പോയി. സർവാഭരണ വിഭൂഷിതയായി സാക്ഷാൽ അമ്മ തന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ കണ്ണുകളിൽ തീ പാറുന്നുണ്ട്. അമ്മയ്ക്ക് ചുറ്റും ആ ഒരു തേജസ് വലം വയ്ക്കുന്നുണ്ട്. ആ ഇരുട്ടിലും ആ മുഖം മിന്നിത്തിളങ്ങുന്നു. അഗ്നികണക്കെ ആ കണ്ണുകളിൽ തീ ജ്വലിക്കുന്നു. അതെ, സാക്ഷാൽ അമ്മ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അമ്മ തന്നോട് സംസാരിച്ചിരിക്കുന്നു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭയവും അത്ഭുതവും കാരണം അയാളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അല്പസമയം കൊണ്ട് തന്നെ അയാൾ ബോധമറ്റ് തറയിലേക്ക് വീണു. അത് കണ്ടത് മാളൊന്ന് ഞെട്ടി. അയാളെ തട്ടി വിളിച്ചെങ്കിൽ ഒരു കുലുക്കവുമില്ല. മൂക്കിന് താഴെ തൊട്ടു നോക്കിയപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. തൽക്കാലം തനിക്ക് രക്ഷപ്പെടാൻ ഇത് തന്നെയാണ് അവസരം. അവൾ എഴുന്നേറ്റ് അടഞ്ഞു കിടക്കുന്ന നടയിലേക്ക് നോക്കി. നീ കൂടെയുണ്ടെന്ന് എനിക്ക് തെളിയിച്ചു തന്നല്ലേ? അവൾ ആ നടയിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരിക്കൽ കൂടി തൊഴുത് അവിടുന്ന് വേഗത്തിൽ ഇറങ്ങി നടന്നു. ചില കണക്കൂട്ടലുകൾ വെട്ടിത്തിരുത്തി അവിടെ പുതിയ പദ്ധതികൾ എഴുതി ചേർത്ത് ആത്മവിശ്വാസത്തോടെ അവൾ ഓരോ പടവും ഇറങ്ങി നടന്നു. എന്നും കാലത്ത് ക്ഷേത്ര പരിസരം അടിച്ചുവാരി വൃത്തിയാക്കുന്ന ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള നാരായണിയമ്മയാണ്. വർഷങ്ങളായിട്ടുള്ള അവരുടെ പതിവാണിത്. പ്രായം 50-നോടടുത്തെങ്കിലും അവർ ഈ പതിവ് മുടക്കാറില്ല. എന്തെങ്കിലും അസുഖമോ മറ്റോ വന്നാൽ ആ ദൗത്യം കൊച്ചുമക്കളെ ഏൽപ്പിക്കും. കഴിവതും അവർ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ദേവിക്ക് വേണ്ടി താൻ ചെയ്യുന്ന ഒരു വഴിപാട് പോലെ കണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും അവർ തന്റെ ജോലി വൃത്തിയായി നിർവഹിക്കും. പതിവ് പോലെ അന്നും ക്ഷേത്രം വൃത്തിയാക്കാൻ വന്നതായിരുന്നു അവർ. എന്നും അമ്പലത്തിന്റെ പടവുകൾ കയറുമ്പോഴേക്കും കേൾക്കാം തിരുമേനിയുടെ മന്ത്രോച്ചാരണങ്ങളും മണിനാദവും. പക്ഷെ ഇന്നെന്താതൊന്നും കേൾക്കാതെ എന്ന ശങ്കയോടാണ് അവർ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയത്. തിരുനടയിൽ ബോധമറ്റ് കിടക്കുന്ന തിരുമേനിയെ കണ്ടവർ പേടിച്ചു പോയി. ഓടിച്ചെന്ന് തിരുമേനി ഒരുപാട് വിളിച്ചെങ്കിലും അനക്കമില്ല. അവർ സർവ്വശക്തിയും എടുത്ത് നിലവിളിച്ചു. അവരുടെ ശബ്ദം കേട്ട് ആ വഴി നടക്കാനിറങ്ങിയവർ ഓടി അമ്പലനടയിലെത്തി. ബോധമറ്റ് കിടക്കുന്ന തിരുമേനിയെ കണ്ടവർ തിരുമേനിയുടെ അടുത്തേക്ക് വന്നു.
ഒരുപാട് നേരം കുലുക്കി വിളിച്ചെങ്കിലും തിരുമേനിക്കൊരു അനക്കവുമില്ല. കൂട്ടത്തിൽ ആരോ നാടി പിടിച്ചു നോക്കി ജീവനുണ്ടെന്ന് ഉറപ്പുവരുത്തി. അപ്പോഴേക്കും മറ്റൊരാൾ കുറച്ച് വെള്ളമെടുത്തു കൊണ്ടുവന്ന് തിരുമേനിയുടെ മുഖത്ത് തളിച്ചു. വെള്ളത്തുള്ളി മുഖത്ത് തട്ടിയപ്പോൾ അദ്ദേഹം കണ്ണം നനക്കി. അത് കണ്ടത് എല്ലാവർക്കും ഇത്തിരി ആശ്വാസമായി. കൂട്ടത്തിൽ ഒരാൾ വീണ്ടും ഇത്തിരി വെള്ളമെടുത്ത് തിരുമേനിയുടെ മുഖത്ത് തളിച്ചു. തിരുമേനി പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടം കണ്ട അയാൾ ചാടി എഴുന്നേറ്റു. എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തിന് ഓർമ്മ കിട്ടിയില്ല. അദ്ദേഹം തലയിൽ കൈവച്ചമർത്തി എല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും അയാൾക്ക് ചുറ്റും കൂടി. അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ പലതും മിന്നിമറഞ്ഞു. സർവാഭരണ വിഭൂഷിതയായി തന്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ടതും തന്നോട് സംസാരിച്ചതുമെല്ലാം ഒരു മിന്നായം പോലെ തെളിഞ്ഞു വന്നു. പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റു. അമ്മ, ദേവി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അപൂർണമായ വാക്കുകളാൽ അയാൾ പുലമ്പാൻ തുടങ്ങി. അയാൾക്ക് ചുറ്റും കൂടുന്നവരൊന്നും മനസ്സിലാവാതെ അയാളെ സംശയത്തോടെ നോക്കി. സത്യമായിട്ട് ഇവിടെ ദേവി ഉണ്ടായിരുന്നു, ഞാൻ നേരിട്ട് കണ്ടു, എന്നോട് സംസാരിച്ചു. അയാൾ നിലവിളിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു. എന്തൊക്കെയാ തിരുമേനി നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കൂട്ടത്തിൽ മുതിർന്നൊരാൾ സംശയത്തോടെ തിരുമേനിയോട് ചോദിച്ചു. തിരുമേനി സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് വിശദമായി പറഞ്ഞു. അയാളുടെ സംസാരവും മുഖത്ത് കാണുന്ന വെപ്രാളവും നടന്ന കാര്യങ്ങൾ അയാൾ ഏറെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. തിരുമേനി ഒരിക്കലും കള്ളം പറയില്ല. നാട്ടുകാർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് തിരുമേനി. ദേവി പ്രത്യക്ഷപ്പെട്ടു, തിരുമേനിയുടെ മുമ്പിൽ അവതരിച്ചു എന്ന്, ഈ നാടിനെ രക്ഷിക്കാൻ അമ്മ തന്നെ മുന്നോട്ടിറങ്ങിയെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാൻ തുടങ്ങി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കവലിയൂർ ഗ്രാമം കഴിഞ്ഞ ആ വാർത്ത പലരുടെ ചെവികളിലും എത്തി. കേട്ടവർ തങ്ങളുടെ അഭിപ്രായം പറയാൻ തുടങ്ങി. ചിലർ വിശ്വസിക്കാനും ചിലർ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് അതിനെ ശക്തമായി എതിർക്കാനും തുടങ്ങി. പക്ഷേ കവലിയൂർ നിവാസികൾ ഉറപ്പിച്ച് പറഞ്ഞു, തങ്ങളുടെ തിരുമേനി കള്ളം പറയില്ല. ഈ നാടിന്റെ രക്ഷക ഞങ്ങളുടെ ദേവി തിരുമേനിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നടന്ന അനർത്ഥങ്ങളിൽ ക്ഷുഭിതയാണ് ദേവി. ഈ നാടിന്റെ അമ്മ ഈ നാടിനെ സംരക്ഷിക്കും, അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. രാവിലെ മുതൽ എല്ലാവരുടെയും സംസാരം ഇത് തന്നെയാണ്. ഇന്നത്തെ ദിവസമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ന് സ്ക്രീനിൽ വീഡിയോ വരുന്ന ദിവസമാണെന്ന് എല്ലാവരും മറന്നു. എല്ലാവരുടെയും സംസാരത്തിൽ ഭഗവതി തന്നെയായിരുന്നു. പെട്ടെന്നായിരുന്നു സ്ക്രീൻ ലൈറ്റ് തെളിഞ്ഞത്. എല്ലാവരും ഓടിയ സ്ക്രീനിന് മുമ്പിൽ നിരനിരയായിരുന്നു. കവലിയൂർക്കാരുടെ കൂടെ തന്നെ ബാക്കിയുള്ള കാഴ്ചകളും കാണണമെന്ന തീരുമാനത്തോടെ കെവിനും അവരോടൊപ്പം കൂടി. ഇത്തവണ സ്ക്രീനിലുള്ള എല്ലായിടങ്ങളിലും വൻ സുരക്ഷ അവർ നേരത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കവലിയൂരിൽ ഒരു പറ്റം പോലീസുകാർ വന്ന് തമ്പടിച്ചു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം സ്ക്രീനിൽ വീണ്ടും ആ ശബ്ദം തെളിഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. അതേ ശബ്ദം. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ശബ്ദം സംസാരിച്ചു തുടങ്ങി. 2 ദിവസം മുമ്പ് നിങ്ങളിലേക്ക് ഒരു ചോദ്യം എറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. പലരുടെ അഭിപ്രായങ്ങളിലൂടെ അതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടി. ഇനിയുള്ളത് ശിക്ഷ നടപ്പിലാക്കൽ മാത്രമാണ്. ആ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ആദ്യം കുറച്ച് സംസാരിക്കാനുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരു പടർന്നു പന്തലിക്കാൻ നാം തന്നെയല്ലേ കാരണക്കാർ. ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പകൽ പോലെ തെളിഞ്ഞു വന്നാലും നമ്മൾ പ്രതികരിക്കില്ല. നമ്മുടേതല്ലാത്ത ഒരു പ്രശ്നത്തിലും കയറി ഇടപെടില്ല. നമുക്ക് കവലിയൂർ കേസ് തന്നെ എടുക്കാം. അന്ന് നടന്ന സംഭവങ്ങളിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. ഒരിക്കലുമല്ല. നിങ്ങളിൽ പലർക്കും അറിയാൻ സത്യം എന്താണെന്ന്. പക്ഷെ ആ സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ള ധൈര്യമില്ല. അവരൊക്കെ വലിയ ആളുകളല്ലേ, എതിർത്ത് നിൽക്കാനുള്ള ശേഷിയൊന്നും നമുക്കില്ലെന്നല്ലേ നിങ്ങളിൽ പലരും ചിന്തിച്ച്. ചിലരാവട്ടെ ഇതൊന്നും നമ്മെ അലട്ടുന്ന പ്രശ്നമല്ലല്ലോ, എന്തിനിതിൽ കയറി ഇടപെടണമെന്നൊരു ധാരണയാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? നിങ്ങൾ പറ. ഏതൊരു പ്രശ്നവും നമ്മുടെ വീടിന്റെ വാതിൽ എത്തുന്നവരെ നമുക്ക് നിസ്സാരമായിരിക്കും. പക്ഷെ വാതിൽ കഴിഞ്ഞ് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ അത് വലിയ സംഭവമാകും. എന്ത് കാര്യം? അപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ തന്നെയാവും കൂടെയുള്ളവർ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നതിലൂടെ നശിക്കുന്ന നമ്മുടെ നാടാണ്. ഇല്ലാതാവുന്ന പാവപ്പെട്ടവരുടെ ജീവിതമാണ്. അടിച്ചമർത്തപ്പെടുന്ന യഥാർത്ഥ സത്യങ്ങളാണ്. ഒന്നോർക്കുക, ഏത് പ്രശ്നത്തിനും നിങ്ങൾ ഇന്ന് കണ്ണടച്ചാൽ നാളെ നിങ്ങൾ നോക്കി കണ്ണടക്കാനും മറ്റൊരു സമൂഹമുണ്ടാവും. അതേസമയം ഒന്ന് പ്രതികരിച്ച് നോക്കൂ. പ്രതികരിക്കാൻ എല്ലാവരും തയ്യാറായാൽ നാളെ ഇതേ സംഭവം ആവർത്തിക്കപ്പെടുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ സംഭവം ഒരേ രീതിയിൽ ആവർത്തിക്കപ്പെടുന്നത് നമ്മുടെ കഴിവില്ലായ്മ തന്നെയാണ്. ആദ്യ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നെങ്കിൽ പിന്നീട് അതേ സംഭവം തന്നെ ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല. ഏത് ധീരന്റെ ഉള്ളിലുണ്ടാവും ഭയം. ആ ഭയം അവർക്ക് നമ്മളെ ചൂഷണം ചെയ്യാനുള്ള ആയുധമാണെങ്കിൽ അതേ ഭയം അവരുടെ ഉള്ളിലും ഉണ്ടാവും. നമുക്കതെടുത്ത് എന്തുകൊണ്ട് അവരെയും ചൂഷണം ചെയ്തുകൂടാ? അവരുടെ കൈ മുറിഞ്ഞാലും രക്തമാണ് വരുന്നത്. ആ ചിന്ത മതി ഓരോരുത്തരെയും ധൈര്യശാലിയാക്കാൻ. പറ്റിപ്പോയതോർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി അതൊന്നും സംഭവിക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ നാടാണ്. ഇവിടെ അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരുടെ സുരക്ഷയെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളവരുടെയും സുരക്ഷയും നമ്മൾ ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. അനീതിക്കൊപ്പം നിൽക്കുന്നു, അനീതി കണ്ടാൽ പ്രതികരിക്കാതെ നിൽക്കുന്ന ഒന്ന് തന്നെയല്ലേ? പരോക്ഷത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെയല്ലേ അത്? അങ്ങനെയാവുമ്പോൾ എല്ലാവരും തെറ്റുകാരല്ലേ? ഒരാൾ ചെയ്ത തെറ്റിൽ ഈ നാട് മുഴുവൻ കുറ്റക്കാരാണ് ഇവിടെ. അർജുൻ, വിക്രം, മെൽവിൻ, അജിത്ത്, ജെയ്സൺ, നാൻസി, അഹല്യ ഇവർ ചെയ്ത കൊടും ക്രൂരതകൾക്കെല്ലാം പരോക്ഷമായി നിങ്ങൾ ഓരോരുത്തരും തെറ്റുകാരാണ്. വിക്രം നല്ലൊരു MLA അല്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ? അധികാരത്തിൽ കയറി അന്നു മുതൽ അവൻ ചെയ്ത അഴിമതികൾ ആർക്കും അറിയാഞ്ഞിട്ടാണ്. ഒന്നുമില്ല, അധികാരത്തിൽ കയറിയത് മുതൽ അവന്റെ കൊള്ളരുതായ്മകൾ സഹിക്കുകയാണ് എല്ലാവരും.
സദാശിവന് രഘുവരനും ഭരണത്തിലിരിക്കുമ്പോൾ ചെയ്ത വൃത്തികേടുകൾ കണ്ണടച്ച് നിന്നുകൊണ്ടാണ് വിക്രം എന്ന MLAയും വളർന്നു വന്നത്. നാളെ ഇതിലും വലിയ ക്രിമിനലുകൾ നമ്മൾ ഭരിക്കും. അവരെ അനുസരിച്ച് അവർക്ക് ബഹുമാനം നൽകി അവർ പറയുന്ന ഏത് കൊള്ളരുതായ്മയും നമ്മൾ അംഗീകരിച്ച് നമ്മുടെ ചിലവിൽ അവരെ നമ്മൾ തീറ്റിപ്പോറ്റും. ഇത് തന്നെയല്ലേ കാലങ്ങളായി ഇവിടെ നടക്കുന്നത്. അതേത് ക്രിമിനലാണെങ്കിലും ശരി, വിദ്യാഭ്യാസം പോലും അതിന് വേണമെന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയൊക്കെ നമ്മൾ വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞാലും നമ്മെ നയിക്കുന്നവർക്ക് അതില്ലെങ്കിൽ എന്താവും നമ്മുടെ ഭാവി തലമുറയുടെ അവസ്ഥ? നമ്മുടെ നാടിനും ജീവിതത്തിനും ഇത്ര വിലയെ നമ്മൾ നൽകുന്നുള്ളൂ. ഇനിയെങ്കിലും ചിന്തിക്കുക, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക. നഷ്ടപ്പെടാനൊന്നും നമുക്കില്ല, നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് താൻ. ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നതിനിടയിൽ മറ്റൊരാളുടെ കണ്ണുനീര് നാം കാരണക്കാരാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന പോലെ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടക്കാനും ശ്രമിച്ചു നോക്കൂ. ചിലപ്പോൾ അതൊരു തുടക്കമാവും, നല്ല നാളേക്കുള്ള നല്ലൊരു തുടക്കം. ഇനി എനിക്ക് പറയാനുള്ള ഇവിടെ വളർന്നു വരുന്ന പെൺകുട്ടികളോടാണ്. നിങ്ങളോട് മോശമായിട്ട് ആര് പെരുമാറിയാലും ആ നിമിഷം പ്രതികരിക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കണം. കാരണം നിങ്ങളുടെ സംരക്ഷകർ നിങ്ങൾ തന്നെയാണ്. ഒരിക്കലും നിയമം നിങ്ങളെ സംരക്ഷിക്കുന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. നമ്മൾ ആക്രമിക്കപ്പെട്ട ശേഷം എല്ലാവരും ഓടി വന്നിട്ട് എന്ത് കാര്യം? അവർക്ക് ചർച്ച ചെയ്യാൻ നമ്മളൊരു വിഷയമാവുന്നല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിയമം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ വളർന്നു വരരുത്. കാരണം ഒരു പീഡന കേസിൽ ഇന്നുവരെ ഒരു പ്രതിക്ക് അർഹിച്ച ശിക്ഷ കിട്ടിയിട്ടില്ല. ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്ക്. പിന്നെ എന്തിനു മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളൊരു ചർച്ചാ വിഷയമാവണം? ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവനാണ്. പ്രതികരിച്ചാലും നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവനാണെങ്കിൽ പ്രതികരിച്ചിട്ട് അത് നഷ്ടപ്പെടുന്നതല്ലേ നല്ലത്? ഇനിയൊരു കാർത്തികയോട് ജനിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാർത്തികയെ പോലെ അല്ലെങ്കിൽ അവളെപ്പോലെ ജീവിതം നഷ്ടപ്പെട്ട പെൺകുട്ടികളുടെ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ വേദന മനസ്സിലാവുമെങ്കിൽ ഇനിയെങ്കിലും പ്രതികരിക്കുക. കാർത്തികയും അവളെപ്പോലെ പീഡിപ്പിക്കപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്ക് ഈ അവസ്ഥ വന്ന് അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ട് തന്നെയാണ്. ഒരു നാടിന് മുഴുവൻ അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത മാഷിനൊരു പക്ഷേ മകൾക്ക് പ്രതികരിക്കാനുള്ള കഴിവ് പഠിപ്പിച്ചു കൊടുക്കാൻ മറന്നുപോയി കാണും. സംസ്കാരമുള്ള ഒരു തലമുറയെ അദ്ദേഹം വാർത്തെടുത്തപ്പോൾ സ്വന്തം മകൾക്ക് സംസ്കാരമില്ലാത്തവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെയായിപ്പോയി. ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഒരു രക്ഷിതാക്കൾക്കും സംഭവിക്കാതിരിക്കട്ടെ. ഒരു കാർത്തികയും ഇനി ഈ ഭൂമിയിൽ ജനിക്കാതിരിക്കട്ടെ. ഇതുപോലുള്ള ആക്രമികൾ ഇവരുടെ മരണത്തോടെ അവസാനിക്കട്ടെ. ഇവരുടെ മരണം നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്, ഒരു മുന്നറിയിപ്പാണ്. കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവും, എന്നാൽ അതൊരിക്കലും ശാശ്വത വിജയമല്ല. ഇതുപോലെയുള്ളവരുടെ അന്ത്യം അതിദാരുണമായിരിക്കും. കുതന്ത്രങ്ങൾ മെനഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാലും ഈശ്വരന്റെ കോടതിയിൽ നിങ്ങൾക്കുള്ള ശിക്ഷ നിശ്ചയമാണ്. ഇവരുടെ മരണം എല്ലാവർക്കുമുള്ള പാഠമാണ്. നാളെ നിങ്ങളുടെ മരണം ഇങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക. സ്ക്രീനിൽ നിന്ന് വരുന്ന ആ ശബ്ദത്തിന് ഗാംഭീര്യം കൂടി വന്നു. ഓരോ വാക്കുകളിലുമുള്ള തീക്ഷ്ണത മറ്റുള്ളവരുടെ ഹൃദയം കത്തിക്കാൻ കഴിവുണ്ടായിരുന്നു. പറയുന്നതിന്റെ പൊരുൾ അതേ തന്നെ ഗ്രഹിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു. അവരുടെ ഉള്ളിൽ ഒരു കനൽ കോരിയിടാൻ ആ ശബ്ദത്തിന് കഴിഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ ആ സ്ക്രീനിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. 2 പാർട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ്. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ പ്രണയത്തിന്റെ തീവ്രഭാവങ്ങൾ വരച്ചിടുന്ന അസാമാന്യ പ്രണയവുമായി ആതിരാവിഷ്ണു എഴുതുന്ന മനോഹരമായ പ്രണയകഥ ചെകുത്താന്റെ പ്രണയം ആരംഭിക്കുന്നതാണ്.